5 വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ്, അത് സംസ്ഥാനത്തിലായാലും കേന്ദ്രത്തിലേക്കായാലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് ചെറിയ രാഷ്ട്രീയ പാർട്ടി ആയാലും വലിയ രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഊന്നി നിന്നുകൊണ്ടാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് പൊന്നാനി പോലുള്ളൊരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ആണ് പ്രതിനിധിയായിട്ട് ഇവിടെ UDFൻ്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്നത്. ആ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്നതായുള്ള കോൺഗ്രസ് പാർട്ടി ചേർന്നാണ് UDF സംവിധാനം. അപ്പോൾ കേന്ദ്രത്തിൽ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സർക്കാർ വന്നാൽ പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ പിൻവലിക്കും എന്ന് പ്രകടന പത്രികയിൽ എഴുതാനുള്ള ആർജവം എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അപ്പോൾ ആ നിലയ്ക്ക് മുസ്ലിം ലീഗ് ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് ഇന്ത്യ രാജ്യത്ത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ ഭരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ സർക്കാർ ഇവിടെ പൗരത്വ ഭേദഗതി നടപ്പിലാക്കിയിട്ടില്ല, ഇവിടെ മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിച്ചിട്ടില്ല, ഇവിടെ യാതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്നൊരു സർക്കാരും ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യില്ല എന്ന് മാത്രമല്ല, ഈ നിലവിൽ ഈ BJP കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നിയമങ്ങളെയും ഞങ്ങൾ എടുത്തറിയും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അല്ല, ആ കാലത്തുണ്ടായിരുന്ന കോൺഗ്രസ്സുകാരല്ല ഇന്ന് BJP ആണ്, അതാണ് വ്യത്യാസം. ആ കാലത്തെ കോൺഗ്രസ്സുകാരല്ല ഇന്ന് BJP. ഇവിടെ അതിനുവേണ്ടി ഒന്നിച്ചു നിൽക്കാൻ ഇവിടുത്തെ CPMകാർ BJPക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ BJPയുടെ ശബ്ദത്തിൽ സംസാരിക്കരുത്. വോട്ടർമാർ പ്രതീക്ഷിക്കുന്ന ഗീർവാണ പ്രസംഗമല്ല, രേഖ പോലും എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ പറയുന്നില്ല? കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള പ്രകടന പത്രിക വളരെ കൃത്യമായി കൊള്ളേണ്ടത് കൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് നരേന്ദ്രമോദി ആ പ്രകടന പത്രികയെക്കുറിച്ച് അന്ന് തന്നെ ട്വീറ്റ് ചെയ്തത്. യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട BJPയുടെ ട്വിറ്റർ ഹാൻഡിലുകൾ മുഴുവനും അന്ന് ആ പ്രകടന പത്രികയെതിരെ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആ പ്രകടന പത്രിക ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കാനുള്ളതാണ് എന്നവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ BJPയുടെ ഭാഷയിൽ ആ പ്രകടന പത്രികയെതിരെ ഇവിടെ സംസാരിക്കുക എന്നുള്ളതാണ്. നാട്ടിൽ ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ അപ്പുനായർ എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇവിടെ സദസ്സിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും മര്യാദക്ക് മറുപടി പറയാത്ത CPMന്റെ പ്രതിനിധിയാണ് ഇവിടെ പറയുന്നത്.